ഹലോ, ഒരു ബിഗിനേഴ്സ് ഫ്രണ്ട്ലി മക്ലൂബ റെസിപ്പിയാണ് കേട്ടോ. ഇതിൽ ഈ ഫ്രൈഡ് ആയിട്ടുള്ള വെജിറ്റബിൾസും ചിക്കനും റൈസൊക്കെ ഒരുമിച്ചിട്ട് വേവിക്കാൻ ടെൻഷനുള്ള, റൈസിൻ്റെ വെള്ളവും വേവൊക്കെ കൺഫ്യൂഷനുള്ള ജീവികളാണെങ്കിൽ കയറി പോരെ. ഒരു സൂപ്പർ മക്ലൂബ, നോ കോംപ്രമൈസ് ടേസ്റ്റ്. പക്ഷേ സ്റ്റെപ്പൊക്കെ നമുക്ക് കുറച്ച് ഈസി ആയിട്ടുള്ള രീതിയിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ സ്കിൻ ഓൺ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു മാഗി ക്യൂബ്, പിന്നെ ഒരു കപ്സ് മസാല, നമുക്ക് ചിക്കൻ കണ്ടിട്ട് എന്തോരം ആവശ്യം എന്ന് വെച്ചാൽ അത്രയും, പിന്നെ ടൊമാറ്റോ പേസ്റ്റ്, അത്രയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും അറബിക് മസാല എടുത്താൽ മതി. പിന്നെ വെജിറ്റബിൾസ് ആണ് ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇതിലെല്ലാ വെജിറ്റബിൾസ് ഒന്നും ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. വഴുതനങ്ങയും പൊട്ടറ്റോയും അതുപോലെ ബെൽ പെപ്പറും മറ്റേ ക്യാപ്സിക്കം അതും സ്കിപ്പ് ചെയ്യാതിരുന്നാൽ മതി കേട്ടോ. ഇതിൽ നിന്ന് ഏതൊക്കെയാണ് പൊരിക്കേണ്ടത് ഞാൻ പറയാം കേട്ടോ. ഇത് ഞാൻ പിന്നെ മീറ്റിന് കുറച്ച് ഫ്ലേവർ ഉണ്ടായിക്കോട്ടെ ആ വെള്ളത്തിന് എന്ന് ഓർത്തിട്ട് മീറ്റിലേക്ക് ഇട്ടെടുത്തുള്ളതാണ്. അപ്പോൾ അതിൽ വഴുതനങ്ങയും പൊട്ടറ്റോയും ക്യാരറ്റും, ഈ 3 കാര്യങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അത് 3ഉം പൊരിച്ച് മാറ്റി വയ്ക്കുക. അത്യാവശ്യം നല്ല ചൂടിൽ തന്നെ പൊരിച്ച്, വലിയ ക്രിസ്പി ആയില്ലെങ്കിലും സെമി ക്രിസ്പി ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് ചിക്കൻ്റെ ഇതിലേക്ക് കിടക്കാം. സ്പൈസസ് ഇട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ചിക്കൻ ഒന്ന് ക്രിസ്പി ആക്കി എടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ പോലെ ഒന്നാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഐറ്റംസ് എല്ലാം ആഡ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 2-3 വിസിൽ, നിങ്ങൾക്ക് ചിക്കൻ്റെ വേവിനനുസരിച്ചിട്ടോ. ഇനി നമുക്ക് റൈസിലേക്ക് കിടക്കാം. റൈസ് സാധാ നെയ്ച്ചോറിന് ചെയ്യും പോലെ തന്നെ കഴുകി ഒരു 20 മിനിറ്റ് വെള്ളത്തിലിട്ടിട്ട് വാർത്ത് വയ്ക്കുക. എന്നിട്ട് കുറച്ച് എണ്ണയിലൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുക. നെയ്യിലാണെങ്കിൽ അതിൽ ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് നെയ്യ് പ്ലസ് നോർമൽ വെജിറ്റബിൾ ഓയിൽ അതിലാണ് ചെയ്തത്. കുറച്ച് എണ്ണ മതി കേട്ടോ, കാരണം അത് അരി കുഴഞ്ഞു പോകാതിരിക്കാനാണ്. ഇനി ഇത് നമ്മൾ വേവിച്ച് ചിക്കനിൽ നിന്ന് സ്റ്റോക്ക് മാറ്റിയതാണ്. നിങ്ങൾക്ക് ആ റൈസ് സോട്ട് ചെയ്ത് അതേ ഇതിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം. ഞാൻ വേറെ വെച്ചു എന്നേ ഉള്ളൂ. വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിക്കണം കേട്ടോ. 1 ഗ്ലാസ് അരിയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം, അത് ചിക്കൻ സ്റ്റോക്കും കൂടി ചേർത്തിട്ട് അളക്കണം കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് ലെയർ ചെയ്യാം. ശരിക്കും ഇതെല്ലാം ഒരുമിച്ചാണ് വേവിക്കേണ്ടത്, പക്ഷേ നമ്മൾ ടെൻഷൻ ഒഴിവാക്കാനായിട്ടാണ് ഞാൻ ഈ പരിപാടി പറഞ്ഞത്. ഇങ്ങനെ വെജിറ്റബിൾസ് ലെയർ ചെയ്യുക. നമ്മൾ സ്റ്റോക്ക് കുറച്ച് മാറ്റി വയ്ക്കണം ആദ്യമേ. എന്നിട്ട് ആ സ്റ്റോക്ക് ഒരു 4-5 സ്പൂൺ ഒഴിച്ച് കൊടുത്തോളുക. ചിക്കൻ ആഡ് ചെയ്യുക, വെന്ത റൈസ് ആഡ് ചെയ്യുക. ഒരു 1/4 കപ്പെങ്കിലും സ്റ്റോക്ക് ഒഴിക്കണേ. ഇനി ഒരു 10 മിനിറ്റ് ദമ്മിടുക. അപ്പോഴേക്ക് അവരെല്ലാം ഒന്ന് ബ്ലെൻഡ് ആവും. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഒരുമിച്ചിട്ട് വേവിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അതായത് ചിക്കനും വെജിറ്റബിൾസ് ലെയർ ചെയ്തിട്ട് അതിലേക്ക് റൈസ്, വറുത്ത റൈസ് ഇട്ട് ഇരട്ടി വെള്ളം ഒഴിച്ച് വേണമെങ്കിലും കുക്ക് ചെയ്യാം. ബേസ് പലസ്തീനിയൻ ഡിഷ്. ഇത്രയും ഹെവി ഹെറിറ്റേജ് ഉള്ളൊരു രാജ്യമാണ് ഇപ്പോൾ സ്റ്റാർവേഷനിലൂടെ കടന്നു പോകുന്നത്. ലെറ്റ്സ് കീപ്പ് അവർ വോയിസ് അപ്പ്.